വെൽക്കം ടു ടൈംസ് യൂട്യൂബ് ചാനൽ ഫോർ SSC CGL ആൻഡ് ബാങ്ക് എക്സാംസ്. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് സീരീസ് ആൻഡ് സീക്വൻസ് ആണ്. സോ ബാങ്ക് എക്സാം ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസ് ആയിക്കോട്ടെ, ക്ലർക്ക് ആയിക്കോട്ടെ, PO ആയിക്കോട്ടെ, ഈവൻ റെയിൽവേ ആയിക്കോട്ടെ, എക്സാം ഏതുമായിക്കോട്ടെ, നമ്മൾ സ്ഥിരമായി കാണാനുള്ളൊരു ടോപ്പിക്കാണ് സീരീസ് ആൻഡ് സീക്വൻസ്. അതും ചോദിച്ചാൽ മിനിമം 3, മാക്സിമം 5 അത്രത്തോളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, അത്രത്തോളം മാർക്കും കിട്ടാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സീരീസ് ആൻഡ് സീക്വൻസ്. അതുപോലെ മറ്റൊരു കാര്യം, നിങ്ങൾ ഇത് പഠിക്കാനിരിക്കുമ്പം അറ്റ്ലീസ്റ്റ് ഒരു 30 വരെയെങ്കിലും നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സും ക്യൂബ്സും ഒന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഒരു 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രൈം നമ്പേഴ്സ് ഒന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും വളരെ ഉപകാരപ്പെടും. പ്രത്യേകിച്ചും നമുക്ക് ഒരുപാട് ടൈം അവിടെ സേവ് ചെയ്യാൻ സാധിക്കും, നമ്മുടെ സ്പീഡ് കൂട്ടാൻ സാധിക്കും. സോ നമുക്ക് സമയം കളയണ്ട, നേരെ ടോപ്പിക്കിൽ കിടക്കാം അല്ലേ. സോ നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2, 8, 7, 17, 14, 28. നമുക്ക് ഈ സീരീസ് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മുടെ ചോദ്യം. നമുക്ക് നേരിട്ട് നോക്കാം അല്ലേ. 2, 8, 7, 17, 14, 28, 41 and 34. സോ നമുക്ക് നോക്കാം, ഈ നമ്പേഴ്സിന് എന്തെങ്കിലും പ്രത്യേകതകൾ തോന്നുന്നുണ്ടോ? 2, 8, 7, 17, 14 ഇല്ല പ്രത്യേകിച്ച്. കാരണം ഇത് പെർഫെക്റ്റ് സ്ക്വയർസ് അല്ല, ക്യൂബ്സ് അല്ല, പ്രൈം നമ്പേഴ്സ് അല്ല. സോ അങ്ങനത്തെ പ്രത്യേകതകളൊന്നുമില്ല. നമുക്ക് ഗ്യാപ്പ് നോക്കാം. 2, 8 ഇറ്റ്സ് 6, 8, 7 -1, 7, 17 +11, 17, 14 -3, 14, 28 +14. സോ ഈ ഗ്യാപ്പുകൾ നോക്കുമ്പോഴും പ്രത്യേകിച്ച് റിലേഷൻ നമുക്ക് തോന്നുന്നില്ല. മാത്രമല്ല വേറൊരു കാര്യം അവിടെ നോട്ട് ചെയ്തേക്കണത് എന്താണ്, ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ്സും മൈനസും വന്നിട്ടുണ്ട്. +6 ആയിരുന്നു, പിന്നീട് -1 ആയി, +10 ആയി, -3 ആയി, +14 ആയി. സോ ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ്സും മൈനസും വന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് അനുമാനിക്കാം, ഓൾട്ടർനേറ്റ് എലമെൻറ്റ്സ് തമ്മിൽ മേ ബി ഒരു റിലേഷൻ കാണാം. നമുക്ക് നോക്കാമല്ലേ. 2ഉം 7ഉം എത്ര ഗ്യാപ്പ്? +5 ആണ്. 7ഉം 14ഉം എത്ര ഗ്യാപ്പ്? +7 ആണ്. അതുപോലെ 8, 17 എത്ര ഗ്യാപ്പ്? +9 ആണ്. 17, 28 എത്ര ഗ്യാപ്പ്? +11 ആണ്. 28, 41 എത്ര ഗ്യാപ്പ്? +13 ആണ്. സോ ഇപ്പോൾ നമുക്ക് ഏകദേശം റിലേഷൻ കിട്ടിയിട്ടുണ്ടല്ലേ. കാരണം ഓൾട്ടർനേറ്റ് ആയിട്ട് 2 വെച്ച് കൂടി പോവാണ്. ഇപ്പോൾ ഇവിടെ +5 ആണെങ്കിൽ, ഇവിടെ +7 ആണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ എത്രയായിരിക്കും? അത് +9 ആയിരിക്കും. ആൻഡ് 14 + 9 ആൻഡ് ഇറ്റ്സ് 23. ഓപ്ഷൻ 2 ഇസ് ദി ആൻസർ. എല്ലാവർക്കും ക്ലിയർ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ. 6, 10, 18, 34, -130. സോ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മൾ ചില നമ്പേഴ്സിൻ്റെയൊക്കെ സ്ക്വയേഴ്സും ക്യൂബ്സൊക്കെ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ ഉപകാരപ്പെടുന്നു. ശരിക്കും ഇതും അതുപോലത്തെ ഒരു ചോദ്യമാണ്. ശരിക്കും 6 എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ ഒന്നും തോന്നില്ലെങ്കിലും നമുക്ക് 6നെ എങ്ങനെ എഴുതാം? വേണമെങ്കിൽ 2² +2 എന്ന് എഴുതാം. 2² 4 +2 ഇറ്റ്സ് 6. 10നെയോ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 2³ +2 എന്ന് എഴുതാം. 2³ 8 ആണ്, +2 10 ആണ്. 18 എങ്ങനെ എഴുതാം? 2⁴ +2 എന്ന് എഴുതാം. 2⁴ ഇറ്റ്സ് 16 +2 18. 34 എങ്ങനെ എഴുതാം? 2⁵ +2. 2⁵ 32 ആണ്, +2 34. അങ്ങനെയാണ് ഇവിടെ എന്ത് വരും? തീർച്ചയായിട്ടും 2⁶ +2 എന്ന് വരും. 2⁶ എന്ന് പറയുന്നത് ഇറ്റ്സ് 64. 64 +2 ഇറ്റ്സ് 66 ആൻഡ് ഓപ്ഷൻ 2 ഇസ് ദി ആൻസർ. സോ ഇവിടെ നമുക്ക് 2⁵2ഉം 2³ 2⁴ ഒക്കെ അറിയാത്ത ഒരാൾക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ടാണ് ഇതൊന്ന് പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. ഓക്കെ, സോ നമുക്ക് രണ്ടാം ചോദ്യത്തിലേക്ക് പോകാം. 11,520, 5760, 1440, 240, 30 ഡാഷ്. സോ ഇവിടെ നോക്കിയേ, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു ഡിവിഷൻ എന്നൊരു സംഭവം ഉറപ്പായിട്ട് നടന്നിട്ടുണ്ട്. കാരണം
അതുപോലെ നല്ല രീതിയിൽ തന്നെ വാല്യൂസ് കുറഞ്ഞിട്ടുണ്ടല്ലേ. സോ നമുക്ക് നോക്കാം. നോക്കി വലിയ വാല്യൂസ് നോക്കുന്നതിനേക്കാളും നമുക്ക് കുറച്ച് എളുപ്പം ചെറുതിൽ നിന്ന് തുടങ്ങാനായിരിക്കും അല്ലേ. സോ നമുക്ക് ഇവിടെ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകാം. 30 നിന്നും 240 എങ്ങനെ എത്താം? 30 നിന്നും 240 നമുക്കറിയാം ഇൻറ്റു 3 ആണല്ലേ. 8 × 3 ആണ് 24. സോ 30 × 3 240. സോ 30 നിന്നും 240 ഇൻറ്റു 3 ആണെങ്കിൽ ഇൻറ്റു 8 ആണെങ്കിൽ നമുക്കറിയാം 240 ഡിവൈഡ് ബൈ 8 ആയിരിക്കും എത്ര? 30 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി 240 നിന്നും 1440 നമുക്ക് എങ്ങനെ എത്താം? നമുക്കറിയാം 1440 ഡിവൈഡ് ബൈ 240 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? നമുക്കവിടെ 6 കിട്ടും. സോ ഇൻ അതർ വേർഡ്സ് 1440 ഡിവൈഡ് ബൈ 6 എന്ന് പറയുന്നത് 240 ആയിരിക്കും. സോ ഇപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടല്ലേ. കാരണം ബൈ 8 ആയിരുന്നു, ബൈ 6 ആയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്കും അത് ബൈ 4 ആവും. ഇവിടെ നമുക്ക് കണ്ടാത്തതിൻ്റെ ഒരു സൂചന കിട്ടും. എത്ര? ബൈ 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഉറപ്പായിട്ടും ഡിവൈഡ് ബൈ 10 ആയിരിക്കും. ആൻഡ് 30 by 10 ഇറ്റ്സ് 3 ആൻഡ് ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. ഓക്കെ. സോ നമുക്ക് 4ാമത്തെ ചോദ്യം നോക്കാം. 6, 13, 28, 59, 122 ആൻഡ് ഡാഷ്. സോ നമുക്ക് നോക്കാം ഈ നമ്പേഴ്സ് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പുറമേ നോക്കിയാൽ നമുക്ക് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും തന്നെ നമ്പേഴ്സിന് അങ്ങനെ തോന്നത്തില്ല അല്ലേ. കാരണം സ്ക്വയർസ് അല്ല, ക്യൂബ്സ് അല്ല, പ്രൈം നമ്പേഴ്സ് അല്ല, ഒന്നുമല്ല. പിന്നെ നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ പോലൊരു സംഭവം നടന്നിട്ടുണ്ട്. കാരണം വാല്യൂസ് നല്ല രീതിയിൽ മാറുന്നുണ്ട്. നമുക്ക് നോക്കാം. 6 നിന്നും 13 നമുക്ക് എങ്ങനെ എത്താൻ സാധിക്കും? നമുക്കറിയാം 6 × 2 + 13 അല്ലേ. അതുപോലെ 30 നിന്നും 28 നമുക്ക് എങ്ങനെ വരാൻ സാധിക്കും? 13 × 2 + 2 അല്ലേ. ഇവിടെ +1 ആണ്, കാരണം 6 × 2 12 ആണ്, +1 13. അതുപോലെ 13 × 2 + 2. 28 × 59 28 × 2 + 3 അല്ലേ. 28 × 2 56 ആണ്, +3 59. അതുപോലെ 59 എന്ന് 122 × 2 + 4 അല്ലേ. കാരണം എന്തുകൊണ്ടാ? 59 × 2 ഇറ്റ്സ് 118 ആൻഡ് +4 122. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? നമുക്കറിയാം × 2 + 5 ആയിരിക്കും അല്ലേ. അപ്പോൾ എത്ര വരും? 122 × 2 ഇറ്റ്സ് 244 + 5 ഇറ്റ്സ് 249 ആൻഡ് ദി ആൻസർ ഈസ് 2. മനസ്സിലായോ? സോ നമ്മൾ ഗ്യാപ്പ് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം കുറേ കാര്യങ്ങൾ ഇവിടെ ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ. സോ നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 5, 22, 36, 64, 120 ഡാഷ്. 15, 22, 36, 64, 120 ഡാഷ്. നമുക്ക് നോക്കാം. നമ്പേഴ്സ് നോക്കാം. നമ്പേഴ്സിന് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും തന്നെ തോന്നുന്നില്ല. പ്രൈം നമ്പേഴ്സ് അല്ല, ക്യൂബ്സ് അല്ല, സ്ക്വയേഴ്സ് അല്ല. സോ ഗ്യാപ്പ് നോക്കാം അല്ലേ. 15, 22 ഗ്യാപ്പ് എത്രയാ? 7. 22, 36 ഗ്യാപ്പ് എത്രയാ? 14. 36, 64 ഗ്യാപ്പ് എത്രയാ? ഇറ്റ്സ് 28. 64, 120 ഗ്യാപ്പ് എത്രയാ? ഇറ്റ്സ് 56. സോ നമുക്ക് മനസ്സിലായി ഇവിടെ 7 ആയിരുന്നു, ഇവിടെ 7 × 2 ആയി, ഇവിടെ 40 × 2 ആയി, ഇവിടെ 28 × 2 ആയി. സോ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഇവിടെ എന്തായിരിക്കും? അത് ഉറപ്പായിട്ടും 56 × 2 ആയിരിക്കും. അത്രയായിരിക്കും. അത് 112 ആയിരിക്കും അല്ലേ. സോ 120 + 112 എത്രയായിരിക്കും? അത് 232 ആയിരിക്കും. ആൻഡ് ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ക്ലിയർ ആയല്ലോ അല്ലേ. ഇവിടെ നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ആ ഗ്യാപ്പ് നോക്കി. അപ്പോഴും നമുക്ക് മനസ്സിലായി അത് 7ൻ്റെ മൾട്ടിപ്പിൾസ് ഡബിളായി പോവുകയാണ്. × 2 ആയിട്ട് എല്ലായിടത്തും പോവുകയാണ്. ഗ്യാപ്പ്
2 ആയിട്ട് മൾട്ടിപ്ലൈ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 714 ആയി, 1428 ആയി, 2856 ആയി, അത് 112 ആയി, അങ്ങനെ ആഡ് ചെയ്ത് പോകുന്നു. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 0 7 84 861 ഡാഷ്. നമുക്കിത് കണ്ടാൽ തന്നെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ഇവിടെ വന്നിരിക്കുന്നത് വലിയൊരു അഡീഷൻ അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ. അല്ല, നമ്പേഴ്സിന് വേറെ പ്രത്യേകതകളുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. സോ നമുക്ക് നോക്കാം. 0 to 7 എത്രയാണ് ഗ്യാപ്പ് വന്നിരിക്കുന്നത്? 7 ആണ് ഗ്യാപ്പ് അല്ലേ? 7 to 84 എത്രയാണ് ഗ്യാപ്പ്? 77. 84 to 861 എത്രയാണ് ഗ്യാപ്പ്? 777 അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും ഗ്യാപ്പ് വരണ്ടേ? ഉറപ്പായിട്ടും 7777 ആയിരിക്കും അല്ലേ? ആൻഡ് ദി ആൻസർ ഈസ് 8638. മനസ്സിലായില്ലേ? സോ നമ്മൾ കഴിഞ്ഞ 2-3 കണക്കുകളൊക്കെ നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഗ്യാപ്പ് മാത്രം നോക്കുന്നു, അത് വെച്ച് നേരെ ആൻസറിലേക്ക് വരുവാണ്. സോ അത്രയ്ക്കേ ഉള്ളൂ. ബട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ചില ക്യൂബ്സും സ്ക്വയർസൊക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വേഗം നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 123 6 345 60 567 ഡാഷ് ഡാഷ്. സോ നേരത്തെ ചോദ്യങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 പ്ലേസസ് ആണ് അല്ലേ? മൊത്തത്തിൽ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം 123 അത് കഴിഞ്ഞ് തീരെ ചെറിയൊരു വാല്യൂ 6 ആണ്. പിന്നെ 345 വീണ്ടും ചെറിയൊരു വാല്യൂ 60 ആണ്. സോ എന്തായിരിക്കും അങ്ങനെ? 123 6 എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ? 1 + 2 + 3 അത് 6 ആണ്. 1 + 2 3, 3 + 3 6. അങ്ങനെയാണെങ്കിൽ 3 + 4 7, 7 + 5 12, 60 അല്ലല്ലോ. സോ അതല്ല കാര്യം. പിന്നെ എന്തായിരിക്കും? 1 × 2 2, 2 × 3 6. യെസ്, ഓക്കെ. 3 × 4 12, 12 × 5 60. ഓക്കെ, ഇപ്പോൾ വി ഗോട്ട് ദ റിലേഷൻ അല്ലേ? സോ നമുക്ക് നോക്കാം. 5 × 6 30, 30 × 7 എത്ര വരും? 5 × 6 30, 30 × 7 210 അല്ലേ? സോ ഇവിടെ വരും 210 വരും. ക്ലിയർ അല്ലേ? അത് കിട്ടി. ഇനി ഇവിടുത്തെ നമ്പർ കണ്ടുപിടിക്കണം. അതെങ്ങനെയായിരിക്കും? അത് സിമ്പിളാണ്. കാരണം എന്താ? 1 2 3 ദെൻ സ്റ്റാർട്ട് വിത്ത് 3, 3 4 5 ദെൻ സ്റ്റാർട്ട് വിത്ത് 5, 5 6 7. നൗ വി സ്റ്റാർട്ട് വിത്ത് 7, 7 8 9. സോ വിത്ത് 7 8 9 ആൻഡ് ദി ആൻസർ ഈസ് ഓപ്ഷൻ 3. എളുപ്പമല്ലേ? ഓക്കെ, നമുക്ക് 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2 2 2 2 1 0 1 3 4 2 7 3 8 3 5 0 1 3 0 ഡാഷ്. ഈ നമ്പേഴ്സ് കണ്ടാൽ തന്നെ നമുക്കറിയാം നമ്പേഴ്സ് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞു വരുവാണ് അല്ലേ? സോ ഒന്നെങ്കിൽ അതൊരു വലിയൊരു സബ്സ്ട്രാക്ഷൻ നടന്ന കാരണം, അല്ലെങ്കിൽ അതൊരു ഡിവിഷൻ ആയിരിക്കണം. ഇനി അതും അല്ലെങ്കിൽ ഈ നമ്പേഴ്സിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? നമുക്ക് വലുത് നോക്കാൻ പാടായിരിക്കും, ചെറുതിൽ നിന്ന് തുടങ്ങാം. 130 എന്ന നമ്പറിന് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? 130 നമുക്ക് എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? നമുക്കറിയാം 5 ക്യൂബ് ആണല്ലേ? 5 ക്യൂബ് 125 ആണ്. അതേ പ്ലസ് 5 130 ആണല്ലേ? 5 ക്യൂബ് പ്ലസ് 5 എന്ന് പറയുന്നത് 130 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 350 എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? യെസ്, 3 ക്യൂബ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് 343. 7 ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 343 ആൻഡ് 7 ക്യൂബ് പ്ലസ് 7 ആണ് 350. സോ 7 ക്യൂബ് പ്ലസ് 7 ഇറ്റ്സ് 350. ഇവിടെ 5 ക്യൂബ് പ്ലസ് 5 വന്നു, ഇവിടെ 7 ക്യൂബ് പ്ലസ് 7 വന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതെന്തായിരിക്കും? ഇവിടെ 9 ക്യൂബ് പ്ലസ് 9 ആയിരിക്കും. യെസ്, അതെ, കാരണം 9 ക്യൂബ് എന്ന് പറഞ്ഞാൽ 729 ആണ്. പ്ലസ് 9 വരുമ്പോഴേക്കും അത് 738 ആയി. ഇവിടെ എത്രയായിരിക്കും? ഇവിടെ തീർച്ചയായിട്ടും ഇത് 11 ക്യൂബ് പ്ലസ് 11 ആയിരിക്കും. കാരണം 11 ക്യൂബ് ഈസ് 1331. സോ പ്ലസ് 11 ഇറ്റ്സ് 1342. ഇവിടെ എന്തായിരിക്കും അത്? ഇവിടെ അത് 13 ക്യൂബ്
പ്ലസ് 13 ആയിരിക്കും. സോ ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്യൂബ്സും സ്ക്വയേഴ്സും ചുരുങ്ങിയതൊരു 30 വരെങ്കിലും പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കണക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ കണക്ക് വെച്ച് ഇവിടെ എന്തായിരിക്കും വരേണ്ടത്? ഇവിടെ വരേണ്ടത് 3 ക്യൂബ് പ്ലസ് 3 ആയിരിക്കും. സോ 3 ക്യൂബ് നമുക്കറിയാം 27 ആണ്. 27 പ്ലസ് 3 ആൻഡ് ഇറ്റ്സ് 30. സോ ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതൊരു വെറൈറ്റി ചോദ്യമാണല്ലേ, കാരണം നമ്മൾ ഇത്രയും കണ്ട ഒരു സീരീസ് എന്ന് പറയാമെങ്കിൽ പോലും ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്രാമത്തെ എലമെൻ്റാണ് നല്ല ചോദിച്ചിരിക്കുന്നത്, ഏത് എലമെൻ്റാണ് നല്ല ചോദിച്ചിരിക്കുന്നത് പകരം എത്രാമത്തെ എലമെൻ്റാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സീരീസ് ഇതാണ് 6, 36, 216, 1296 ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം എന്താണ് ഇത്. 6⁻1 ആണ്, ഇത് 6 സ്ക്വയറാണ്, ഇത് 6 ക്യൂബാണ്, ഇത് 6⁴ ആണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ഏത് പൊസിഷനിൽ വരുമെന്നുള്ളതാണ്. 279936 എന്ന നമ്പർ എത്രാമത് വരും എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഫസ്റ്റ് കിട്ടി, സെക്കൻഡ് കിട്ടി, തേർഡ് കിട്ടി, ഫോർത്ത് കിട്ടി. ഫിഫ്ത്തും സിക്സ്ത്തും കഴിഞ്ഞാൽ നമുക്കറിയാം 6⁻7 ആയിരിക്കും. 6⁻7 ആണ് ഈ പറയുന്ന 279936. സോ ഇറ്റ് മസ്റ്റ് ബി ഇൻ ദി 7th പൊസിഷൻ ആൻഡ് ഓപ്ഷൻ 2 ഇസ് ദി ആൻസർ. സോ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയൊക്കെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമ്പേഴ്സിനെ കുറിച്ചൊരു ഐഡിയ, അതായത് നമ്മൾ സ്ക്വയേഴ്സും ക്യൂബ്സും ഒക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. കൂടാതെ ഡെയിലി പ്രാക്ടീസ് കൂടി ചെയ്യുമ്പം നമുക്ക് ഈ നമ്പേഴ്സോട് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടി വളരെ പെട്ടെന്ന് ഇത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സോ ഇത്രയും നേരം നമ്മൾ കണ്ടത് ക്വാണ്ടിൻ്റെ ചോദ്യങ്ങളായിരുന്നു. എന്നാൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് റീസണിങ്ങിൻ്റെ ചോദ്യങ്ങളാണ്. ഓക്കെ, സോ ക്വാണ്ട് നമ്പേഴ്സ് വെച്ചാണ് ഡീൽ ചെയ്തതെങ്കിൽ റീസണിങ് വരുന്നത് നമ്മുടെ ആൽഫബറ്റ് സ്വിച്ചാണ്, ഇംഗ്ലീഷ് ആൽഫബറ്റ് സ്വിച്ചിലാണ്. നമുക്ക് നോക്കാം അല്ലേ. QIMSGO ഡാഷ്. QIMSGO എന്ന് പറയുമ്പം നമുക്ക് ഇവരെ ഒന്ന് റിലേറ്റ് ചെയ്യണം. QIMSGO. QS നമുക്കറിയാം, Q കഴിഞ്ഞാൽ +2 വരുമ്പോഴാണ് എന്ത് വരുന്നത്? S വരുന്നത് അല്ലേ. അതുപോലെ I കഴിഞ്ഞാലോ? I കഴിഞ്ഞാൽ -2 വരുമ്പോഴാണ് ഈ +2 എന്ന് പറഞ്ഞാൽ Q കഴിഞ്ഞാൽ +2 എന്ന് പറയുമ്പോൾ RS. I കഴിഞ്ഞ് -2 എന്ന് പറയുമ്പോൾ പുറകോട്ട് അല്ലേ. I കഴിഞ്ഞാൽ 2 കുറയുമ്പോഴാണ് എന്ത് വരുന്നത്? G വരുന്നത് അല്ലേ. അതുപോലെ M കഴിഞ്ഞാലും അതെ, +2 വരുമ്പോഴാണ് എന്ത് വരുന്നത്? O വരുന്നത്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി തുടങ്ങുന്നുണ്ട് അല്ലേ. ഈ ഒരു ട്രെൻഡ് വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ അടുത്തത് എന്ത് വരണം? നമ്മുടെ S കഴിഞ്ഞാൽ +2 കഴിയുമ്പോൾ വരുന്ന എലമെൻ്റ് ആയിരിക്കും ഇവിടെ വരുന്നത് അല്ലേ. S കഴിഞ്ഞാൽ +2 എന്തായിരിക്കും? അത് V ആണ് അല്ലേ. അതുപോലെ നമ്മുടെ G കഴിഞ്ഞാൽ -2 വരുന്ന എലമെൻറ്റ് അല്ലേ, അതായിരിക്കും -4 വരുന്ന എലമെൻറ്റ് അതായിരിക്കും ഇവിടെ വരുന്നത് അല്ലേ. -4 എത്രയാണ് നമുക്കറിയാം, അത് C ആണ് അല്ലേ, VC. അതുപോലെ നമ്മളുടെ O. ഇപ്പോൾ നമുക്ക് ഏകദേശം ആൻസർ കിട്ടിക്കാണും, ഓപ്ഷൻ 4 VCR എന്നുള്ളതാണെന്ന്. ഓക്കെ അല്ലേ. സോ ഇതാണ് നമ്മളാണെങ്കിൽ ഈ ആൽഫബറ്റ്സിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. ILRA KLTA MLVA. സോ അടുത്തത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്ക് ഈ പതിവ് പോലെ നോക്കാം. ഈ ഐയും കെയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? നമുക്കറിയാം I+2 ആണ് എന്ത്? കെ എന്ന് പറയുന്നത്. K+2 ആണ് എന്ത് പറയുന്നത്? M എന്ന് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ m+2 എന്തായിരിക്കും? അത് O ആയിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ലെറ്റർ O എന്ന് കിട്ടി. നമുക്ക് അടുത്തതിലേക്ക് പോകാം അല്ലേ. പിന്നെ നമുക്കറിയാം ഇവിടെ ശ്രദ്ധിച്ചാൽ വേറൊരു കാര്യം അറിയാം, L എല്ലാം ഇവിടെ കോമൺ ആണ്. സെക്കൻഡ് ലെറ്റർ എന്ന് പറയുന്നത് ഓൾവേസ് കോമൺ ആയിരിക്കും. സോ തീർച്ചയായിട്ടും ഒന്നാമത്തെ ആൾ O എന്ന് കിട്ടിയെങ്കിൽ രണ്ടാമത്തെ ആൾ L, അത് കോമൺ ആയിരിക്കും. ഇപ്പോൾ തന്നെ നമുക്ക് ആൻസർ 2 കിട്ടിക്കഴിഞ്ഞു അല്ലേ. ബാക്കി നമുക്ക് പിന്നെ വേണമെങ്കിൽ റിലേഷൻ നോക്കാം എന്ന് മാത്രം. എങ്ങനെ? മൂന്നാമത്തെ ആൾ R കഴിഞ്ഞാൽ നമുക്കറിയാം +2 ആണ് എന്ത് T എന്ന് പറയുന്നത്. T കഴിഞ്ഞാൽ +2 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? V കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ V കഴിഞ്ഞാൽ +2 നമുക്ക് എന്ത് കിട്ടും? X കിട്ടും. സോ മൂന്നാമത്തെ ആൾ X കിട്ടി. നാലാമത്തെ ആളും ഈ പറഞ്ഞ പോലെ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. സോ നാലാമത്തെ ആളും കോൺസ്റ്റൻ്റ് ആണ്. സോ അങ്ങനെ വരുമ്പോൾ OLXA എന്ന് കിട്ടും. ആൻഡ് ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ക്ലിയർ അല്ലേ? സോ നമുക്ക് അടുത്തത് നേരെ 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ZAB WAB TAB QAB. സോ ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്ത്, ഇവിടെ AB എന്ന് പറയുന്നത് കോമൺ ആണ്. ആ കൂടി വ്യത്യാസം വരുന്നത് ഫസ്റ്റ് എലമെൻറ്റിന് മാത്രമേ ഉള്ളൂ. ZWTQ. നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് നോക്കിയറിയാം, ഇസഡിൽ നിന്ന് ഡബ്ല്യൂയിലേക്ക് പുറകോട്ടാണ് പോകുന്നത് അല്ലേ. Z-3 ആണ് W-3 ആണ് T-3 ആണ് Q. അങ്ങനെയാണെങ്കിൽ Q-3 അതെന്തായിരിക്കും? അതാണ് N. ആൻഡ് NAB ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. എളുപ്പമല്ലേ? സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 13ാമത്തെ ചോദ്യം. ഇവിടെ നോക്കിയാൽ ഇതൊരു വെറൈറ്റി ചോദ്യമാണ്. കാരണം ഹൗസ് പിന്നീട് എന്താവുന്നു? HOUS. ഈ ഹൗസ് അത് പിന്നീട് രണ്ടാമത്തെ വേർഡിലേക്ക് വന്നപ്പോഴേക്കും HOUS അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നു. എന്നാൽ അവിടെ V മാറി. മൂന്നാമത്തെ വേർഡിലേക്ക് വന്നപ്പം HOU അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വന്നു. HV വന്നു. നാലാമത്തെ വേർഡ് വന്നപ്പം സ്വാഭാവികമായിട്ടും U മാറും. അഞ്ചാമത്തെ വേർഡ് വന്നപ്പോൾ അവിടെ O മാറി. ആറാമത്തെ വന്നപ്പം കംപ്ലീറ്റ്ലി എല്ലാം മാറി. സോ ഓരോ വേർഡിലേക്ക് വരും തോറും സംഗതി ഓരോ ലെറ്റേഴ്സ് വെച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് മാറുന്നത്? നമുക്ക് ട്രെൻഡ് ഒന്ന് നോക്കാം അല്ലേ. സോ ഒന്നാമത്തെ വേർഡിൽ H മാറി എന്തായി? V ആയി. H മാറി V ആയി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം എന്ത്, ഇറ്റ് മസ്റ്റ് ബി എന്താണ്? ഇറ്റ് ഈസ് കോംപ്ലിമെൻ്ററി അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോ-എലമെൻസ് ആണ്. അതായത് ഫ്രണ്ടിൽ നിന്നും H എത്രാമതോ അതുപോലെ തന്നെയാണ് പുറകിൽ നിന്നും B. അതുപോലെ തന്നെയാണ് അടുത്തത് എസിൻ്റെ എസ്. രണ്ടാമത്തേൽ നമുക്കറിയാം എസ് മാറി എന്ത് വന്നിട്ടുണ്ട്? രണ്ടാമത്തേൽ H മാറി H വന്നിട്ടുണ്ട്. അതുപോലെ പിന്നീട് U മാറി ഒരു എലമെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ O മാറി L വന്നിട്ടുണ്ട്. H മാറി S വന്നിട്ടുണ്ട്. സോ ഇവിടെയൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എസ് മാറി അവിടെ H പിന്നീട് വന്നിട്ടുണ്ടെങ്കിൽ, സോറി ഇവിടെ E അല്ല, ഇവിടെ H അല്ല V ആണ്. കാരണം അവസാനം E അല്ലേ മാറിയത്. സോ E മാറിയാണ് V ആയത്. സോ അതുപോലെ എസ് മാറി H ആയി. അതുപോലെ U മാറി എന്ത് വരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം. അതുപോലെ ഇവിടെ നമുക്കറിയാം O മാറി L ആവുന്നുണ്ട്. അതുപോലെ തന്നെ H മാറി S ആവുന്നുണ്ട്. സോ ഈ ചേഞ്ചൊക്കെ നടക്കാം. സോ U മാറി എന്താവും എന്നുകൂടി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടാവുന്ന ആൻസറേ ഉള്ളൂ. സോ നമുക്കറിയാം U മാറി എന്താണ് ആവുന്നത്? ഉറപ്പായിട്ടത് യുവിൻ്റെ കോംപ്ലിമെൻ്ററി F ആണ്. സോ മൂന്നാമതായിട്ട് ഇവിടെ വരേണ്ടത് F ആണ്. ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. ക്ലിയർ അല്ലേ? സോ നമുക്കടുത്ത് 14ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 14ാമത്തേത് E23R G27T I31V -M39Z. സോ ഇതാണ് നമ്മുടെ സീരീസ്. സോ ഇവിടെ നമുക്കറിയാം നമ്മൾ സാധാരണ കാണുന്ന പോലെ സാധാരണ ഒന്നുകിൽ നമ്മൾ ലെറ്റേഴ്സ് കാണാറുണ്ട്,
അല്ലെങ്കിൽ നമ്മൾ നമ്പേഴ്സ് കാണാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ലെറ്റേഴ്സ് വിത്ത് നമ്പറാണ് തന്നിരിക്കുന്നത്. സോ അങ്ങനെ നമുക്ക് ആദ്യമായിട്ടാണ് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ 23 എങ്ങനെ വന്ന് കാണും? ഈ 23 എന്ന് പറയുന്ന റിലേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ 6 തന്നെ റിലേഷൻ ഉണ്ടോ ഈ നമ്പറിന്? നമുക്ക് നോക്കാം. ഈ എത്രാമത്തെ എലമെൻ്റാണ്? ഈ 5ാമത്തെ എലമെൻ്റാണ്. 6 18ാമത്തെ എലമെൻ്റാണ്. സോ നമുക്കറിയാം 5 + 18 ഇറ്റ്സ് 23. അങ്ങനെയാണ് ഇവിടെ 23 വന്നത്. ശരിയല്ലേ? സോ അടുത്തത് G27 ഒന്ന് കൺഫേം ചെയ്യാം അല്ലേ? G27T. G എത്രാമതാണ്? 7. T എത്രാമതാണ്? ഇറ്റ്സ് 20. സോ 7 + 20 ഇറ്റ്സ് 27. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ I + V. I എത്രാമതാണ്? I നമുക്കറിയാം 9ാമത്തെ എലമെൻ്റാണ്. V എത്രാമതാണ്? V 22ാമത്തെയാണ്. അങ്ങനെ 9 + 21 ആൻഡ് ഇറ്റ്സ് 31. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു ചോദ്യം. അത് നമ്മൾ ഈ ഒരു നടുക്കത്തിൽ ലെറ്റേഴ്സിൻ്റെ കാര്യം മനസ്സിലായി. എന്നാൽ ഇവിടെ എങ്ങനെയാണ് ആദ്യം നമ്പേഴ്സ്, ഈ നടുക്കത്തിൽ നമ്പേഴ്സിൻ്റെ കാര്യം മനസ്സിലായി. ഇവിടെ എങ്ങനെയാണ് ആദ്യം ലെറ്റേഴ്സ് വരുന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം അല്ലേ? നമുക്ക് നോക്കാം. E + 2 ആണ് G അല്ലേ? G + 2 ആണ് I. അങ്ങനെയാണെങ്കിൽ I + 2 ആയിരിക്കും ഉറപ്പായിട്ട് ഇവിടെ വരിക. ആൻഡ് ഇറ്റ് വിൽ ബി K. ഓക്കെ, K ആണെങ്കിൽ K എത്രാമതായിരിക്കും? അത് നമുക്ക് തീർച്ചയായിട്ടും പറയാവുന്ന കേസേ ഉള്ളൂ. K അത് 11ാമതായിരിക്കും. അതുപോലെ ഇവിടെ നമുക്കറിയാം R + 2 ആണ് T. T + 2 ആണ് V. V + 2 അത് എത്ര വരും? ഉറപ്പായിട്ടും അതെന്തായിരിക്കും? X ആയിരിക്കും. ആൻഡ് X എന്ന് പറഞ്ഞത് 24 ആയിരിക്കും അല്ലേ? സോ അങ്ങനെ വരുമ്പോഴേക്കും 24 + 11 35. സോ ഇവിടെ K 35X എന്ന് വരും. ആൻഡ് ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. ക്ലിയർ അല്ലേ? സോ നമുക്ക് അടുത്ത 15ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഇൻ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് select the option that represents the letters numbers that when placed from left to right in the following blanks will complete the letter or number sequence. MNA dash CAN dash MN dash CC dash NM dash NAC. നമുക്ക് ആ ഡാഷ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. നമുക്കറിയാം MNA dash CAN dash MN dash CC dash NM dash NAC. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന എലമെൻറ്റ്. നമുക്കിവിടെ ഒന്ന് കണ്ടാൽ മനസ്സിലാവും, ഇവിടെ ശരിക്കും പറഞ്ഞാൽ എലമെൻറ്റ്സ് എല്ലാം റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കണം അല്ലേ? MNAC അങ്ങനെ സെയിം എലമെൻറ്റ്സ് ആണ് റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ അത് ആ റിപ്പീറ്റ് ചെയ്യുന്നൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ആണ് നമ്മൾ ശരിക്കും കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയായിരിക്കും അത്? MNAC അല്ലെങ്കിൽ MNAC അല്ല, കാരണം MNA കഴിഞ്ഞു, ഇനി ഏതേ ഉള്ളൂ? C ഉള്ളൂ. പിന്നീടോ ഇവിടെ നോക്കിയാൽ MNA, പിന്നെ ഏതേ ഉള്ളൂ? C ഉള്ളൂ. എന്നാൽ പിന്നീട് ഇവിടെ വരുന്നത് CAN ആണ്. പിന്നെ അടുത്ത ഏതായിരിക്കും? M ആയിരിക്കും. പിന്നീട് MNAC, അതുപോലെ CANM, പിന്നീട് NMAC അല്ലേ? അങ്ങനെ നോക്കുമ്പം CANM NMAC അങ്ങനെ 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 പോകുമ്പം നമുക്ക് എന്ത് കിട്ടും? മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്നത് ചോയ്സ് 2 ആയിരിക്കും. CMAAM. ക്ലിയർ അല്ലേ? സോ ഇതാണ് ഓപ്ഷൻ 2 ഇസ് ദി ആൻസർ. അടുത്ത് 16ാമത്തെ ചോദ്യം. ഇതേപോലത്തെ നമ്മൾ നേരത്തെ 15ൽ കണ്ട പോലത്തെ ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ. HNE dash HON dash Y HO dash E HON dash Y H dash അങ്ങനെ പോവുകയാണ്. സോ നമുക്ക് നോക്കാം. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം എച്ചും എന്നും ഇയും വൈയും റിപ്പീറ്റാണ്. ഇവിടെ നമുക്കറിയാം HON അടുപ്പിച്ച് വരുന്നുണ്ട്, ഇവിടെ NE അടുപ്പിച്ച് വരുന്നുണ്ട്. സോ അതിനർത്ഥം N കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരണം? E വരണം. അപ്പോൾ നമുക്ക് ഹണി എന്നൊരു വാക്ക് കിട്ടി. സോ ഇവിടെ എന്തായിരിക്കും? HONEY ആയിരിക്കും. ഇവിടെയും ഹണി കിട്ടി, ഇവിടെയും നമുക്ക് ഹണി കിട്ടി, ഇവിടെ നമുക്ക് HONE. സോ ഉത്തരം എന്തായിരിക്കും? OY
പിന്നീട് ഇ ഒ വൈ ഇ, പിന്നീട് എൻ വന്നിട്ടുണ്ട്, വൈ വന്നിട്ടുണ്ട്, ഇ വന്നിട്ടുണ്ടല്ലേ. സോ ഓപ്ഷൻ 2 ഇസ് ദി ആൻസർ. സോ നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ തന്നെ ഒരു ചോദ്യമാണ്. എന്നാണ് ഇവിടെയും അതുപോലെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഡബ്ല്യുവും എക്സും അല്ലേ. ഡബ്ല്യു ഡാഷ് വൈ ഇസഡ് ഡാഷ് എക്സ് ഡാഷ് ഇസഡ് ഡബ്ല്യു എക്സ് വൈ ഡാഷ് ഡാഷ് അങ്ങനെ പോവാണ്. നമുക്കറിയാം ഡബ്ല്യു എക്സ് വൈ അടുപ്പിച്ചാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് വരണം. ഇസഡ് കഴിഞ്ഞാൽ അടുത്ത് എന്ത് വരണം? ഡബ്ല്യു വരണം. ഡബ്ല്യു കഴിഞ്ഞാൽ എക്സ് വന്നു. എക്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വൈ വരണം. വൈ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഇസഡ് വരണം. അങ്ങനെ പോവുകയാണല്ലേ. സോ നമുക്ക് മനസ്സിലായി എക്സ് ഡബ്ല്യു വൈ അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ വരുമ്പം എക്സ് ഡബ്ല്യു വൈ സ്റ്റാർട്ട് ചെയ്യുന്ന ഇത് ഓപ്ഷൻ 1 ഉണ്ട്, ഓപ്ഷൻ 4 ഉണ്ട്. എന്നാൽ അടുത്ത എന്ത് വരും? വൈ കഴിഞ്ഞാൽ ഇസഡ് വരണം. സോ അങ്ങനെ വരുമ്പം അത് ഓപ്ഷൻ 1 ഉള്ളൂ. സോ ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. സോ ഇതാണ് നമ്മളുടെ സീക്വൻസ് ആൻഡ് സീരീസിലെ ക്വസ്റ്റ്യൻസ്. സോ നമുക്കറിയാം അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്വയേഴ്സും ക്യൂബ്സും പ്രൈം നമ്പേഴ്സും ഒക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ റീസണിങ്ങിലേക്ക് വരുമ്പം നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൻ്റെ ആ ഒരു കൗണ്ടർ പാർട്ടും ഒക്കെ നമ്പേഴ്സ് വെച്ച് ഒക്കെ അവരൊന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ, ഒന്ന് പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ടോപ്പിക്കാണിത്. സോ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളൊക്കെ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക.